സന്തോഷ് സർലിംഗിലേക്ക് കൂടി പോകാം. സന്തോഷ് തയ്യാറായിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് സന്തോഷ്. ഈ വിലക്കയറ്റം അതിൻ്റെ എല്ലാവിധ സീമകളും ലംഘിച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. പണ്ടും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അവിടെ കൃത്യമായി ഇടപെടൽ ഉണ്ടായിരുന്നു. വിപണിയിൽ സർക്കാർ ഇടപെട്ടു. അതുമാത്രമല്ല, റേഷൻ കടകൾ വഴി എല്ലാവർക്കും ആവശ്യമായ സാധനങ്ങളെല്ലാം എത്തുവാനുള്ള ഇടപെടലുകൾ നടത്തി. ഏറ്റവും വില കുറച്ച് കൊടുക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തി. ഏറ്റവും വില കുറച്ച് കൂടുതൽ അളവിൽ കൊടുക്കുവാൻ ശ്രമങ്ങൾ നടത്തി. ഇപ്പോൾ ഇതാ മൊത്തത്തിൽ മാറിയിരിക്കുന്നു. വില കൂടി, അളവ് കുറഞ്ഞു. അങ്ങനെ ആകെ മൊത്തം ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് സാധാരണക്കാരെ തള്ളിവിടുന്ന തരത്തിലുള്ള ഇടപെടലാണ് നടക്കുന്നത്. അവിടെയെല്ലാം സർക്കാർ മൗനം പാലിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം വില റേഷൻ കടകളിൽ പോലും കൂടുന്നത്, അല്ലേ? സിന്ധൂരി, തീർച്ചയായിട്ടും അതിവിചിത്രമായൊരു നടപടിയാണ് ഇക്കാര്യത്തിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വഴി റേഷൻ കട വഴി നടപ്പിലാക്കുന്നത്. കാരണം റേഷൻ കട വഴി ഒരിക്കലും ഒരു 10 രൂപയ്ക്ക് മുകളിലേക്ക് അരിയുടെ വില ഉയരാറില്ല. കാരണം അതെപ്പോഴും അതിൻ്റെ താഴെ നിലനിർത്തുക തന്നെ ചെയ്യും. റേഷൻ ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച അരി ലഭിക്കാനാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സർക്കാരുകൾ എപ്പോഴും ശ്രമിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഉണ്ടായത് അത്തരം കീഴ്വഴക്കങ്ങളെല്ലാം ലംഘിച്ച്, അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധത അക്കാര്യത്തിലുണ്ടായിരുന്നത് അതെല്ലാം മാറ്റിവെച്ച് സാധാരണ ലഭിക്കുന്ന ഓപ്പൺ മാർക്കറ്റ് സെയിൽ സ്കീം വഴി, അങ്ങനെയും അരി സാധാരണ റേഷൻ കട വഴി വിൽക്കാറില്ല. അതായത് കേന്ദ്ര പൂളിൽ നിന്ന് അരി ലഭിക്കാതിരിക്കുകയും സ്വാഭാവികമായും കേന്ദ്ര ഫുഡ് സപ്ലൈസ് വകുപ്പിനോട് അരി ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങി നൽകാൻ ആവശ്യപ്പെടുകയുമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വില കൂടുക തന്നെ ചെയ്യും. അത്തരം കൂടിയ വിലയ്ക്കുള്ള അരികൾ സാധാരണ സപ്ലൈകോ വഴിയൊക്കെയാണ് വിതരണം ചെയ്യാറുള്ളത്. പക്ഷേ ഇതിപ്പോൾ റേഷൻ കട വഴി തന്നെ ആക്കിയിരിക്കുന്നു. റേഷൻ കടയുടെ ഹിസ്റ്ററി തന്നെ നോക്കുമ്പോൾ ഇത്രയും ഉയർന്ന വിലയിൽ ഒരിക്കലും എല്ലാ കാർഡ് ഉടമകൾക്കും നൽകുന്ന ഓണ സ്പെഷ്യൽ അരി എത്തിയിട്ടില്ല. എന്നാൽ ഇത്തവണ 26 രൂപയാണ് 1 കിലോ അരിക്ക് ഏർപ്പാടാക്കിയിരിക്കുന്നത്. അപ്പോൾ 1 കിലോ അരി ഇപ്പോൾ ഈ അരി വേണമെങ്കിൽ 26 രൂപ നൽകണം. ഇത് കഴിഞ്ഞ വർഷം 10 രൂപ 90 പൈസയ്ക്ക് നൽകിയിരുന്നതാണ്. എന്നാൽ ഇത് വലിയ എതിർപ്പുണ്ടാക്കും എന്നതുകൊണ്ട് സാധാരണ റേഷൻ അരിയുടെ വില 10 രൂപ 90 പൈസയായിട്ട് നിലനിർത്തിയിട്ടുണ്ട്. ഓണ സ്പെഷ്യൽ അരിയുടെ വില 26 രൂപയായും വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നതാണ്. അപ്പോൾ ഇത് റേഷൻ കാർഡ് ഉടമകൾ തന്നെ ആദ്യം റേഷൻ കാർഡ് ഉടമകളല്ല, റേഷൻ കട ഉടമകൾ ഇക്കാര്യത്തിലുള്ള എതിർപ്പ് സർക്കാരിനെ അറിയിച്ചിരുന്നു. കാരണം ഇത്ര ഉയർന്ന വില വരുമ്പോൾ അത് ഉപഭോക്താക്കളൊക്കെ അതിനോട് മുഖം തിരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇത് റേഷൻ കട വഴി വിറ്റ് പോകുന്നതിനുള്ള എതിർപ്പ് അവർ അറിയിച്ചിരുന്നതാണ്. പക്ഷെ അപ്പോഴാണ് അവർക്ക് നൽകുന്ന കമ്മീഷൻ വർദ്ധിപ്പിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ എത്തിച്ചു. അങ്ങനെ കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് എല്ലാ റേഷൻ കടകളിലേക്കും ഇത് സ്റ്റോക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വിൽക്കുക എന്നതാണ്. വിൽക്കാൻ പോകുമ്പോൾ പലരും പറഞ്ഞൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ 2 അരിയും തമ്മിൽ വലിയൊരു വ്യത്യാസവും തോന്നുന്നില്ല. കാരണം റേഷൻ കടയിൽ എത്തുന്നവർ പഴയ നിലവിൽ റേഷൻ അരിയും ഇപ്പോൾ നൽകുന്ന സ്പെഷ്യൽ അരി എടുത്ത് നോക്കുമല്ലോ, വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ 26 രൂപ വില കേൾക്കുമ്പോൾ തന്നെ അവർ അതിനോട് മുഖം തിരിച്ച് മടങ്ങി പോവുകയാണ്, സാധാരണ റേഷൻ അരി വാങ്ങിച്ചു പോവുകയാണ് എന്നാണ് പറയുന്നത്. അതായത് ഓണം സ്പെഷ്യൽ അരി റേഷൻ കട വഴി നൽകുന്നത് പരാജയപ്പെട്ടു പോയെന്ന് മാത്രമല്ല, ഉപഭോക്താക്കൾക്ക് മേൽ വലിയൊരു ഭാരം കെട്ടിയേൽപ്പിക്കുന്ന രീതിയിലായിപ്പോയിരിക്കുന്നു. സിന്ധൂരി.